ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജി ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡാണ്. ഒരു ഓണസദ്യ ആകുമ്പോൾ സദ്യ കട്ടിപ്പരിപ്പില്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കട്ടിപ്പരിപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു പനിയുണ്ട്, അപ്പോൾ എൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മൾ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് നല്ലപോലെ വറുത്തെടുത്തു. 1/2 ഗ്ലാസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അതൊന്ന് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 4-5 വിസിൽ കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല വെന്ത് കിട്ടും. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളകും പിന്നെ 2 ചെറിയുള്ളിയും ചേർക്കുന്നുണ്ട്. ചെറിയുള്ളിയൊക്കെ ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം ചേർക്കാം. പക്ഷേ എനിക്കിഷ്ടമാണ് ചെറിയുള്ളിയുടെ ടേസ്റ്റ്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തേക്കും ഓരോ സൈസിലായിരിക്കുമല്ലോ വെക്കുക, മീൻസ് ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പരിപ്പ് വെന്തത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം തവിയും കൊണ്ട് നല്ലപോലെ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. തേങ്ങ അരപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇതാക്കുക. ഒത്തിരി വെള്ളം ചേർക്കണ്ട കേട്ടോ, ആ അരപ്പൊന്ന് കഴുകിയെടുക്കാൻ മാത്രമുള്ള വെള്ളം. ഇത് കട്ടിപ്പരിപ്പല്ലേ, അപ്പം നമുക്ക് നല്ല വെള്ളം പോലെ വേണ്ടല്ലോ. അപ്പം നമുക്കിനി ഈ തേങ്ങ ഒന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ സദ്യക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ യൂസ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ചേർക്കേണ്ടവർക്ക് ഉണക്കമുളക് ചേർക്കാണ് കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ കിട്ടുക. പക്ഷേ ഉണക്കമുളക് ചേർക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് കടുക് വറുത്തത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്.